أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 955 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 84 മുതൽ 88 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ ബിലാൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ ഫഅത്ബഅ സബബ حتى إذا بلغ مغرب الشمس وجدها تغرب في عين همئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 84 മുതൽ 88 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ദുൽഖർനൈൻ പരാമർശിക്കപ്പെട്ടതിനെ തുടർന്ന് വരുന്ന ആയത്തുകളാണ്. ഇന്നലെ നമ്മൾ 83-ാമത്തെ ആയത്ത് ആണ് പഠന വിധേയമാക്കുകയുണ്ടായത്. അവര് ദുൽഖർനൈനെ കുറിച്ച് പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നു, അവരോട് പറഞ്ഞേക്കുക, അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇങ്ങനെയാണ് ആ ആയത്തിന്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. ദുൽഖർനൈൻ ഒരു ചരിത്ര വ്യക്തിയായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് മദീനയിലോ പരിസരത്തോ ഒക്കെ ഉണ്ടായിരുന്ന യഹൂദർക്ക് എങ്കിലും അങ്ങനെ ഒരു കഥാപാത്രത്തെ കുറിച്ച്, ഒരു ചരിത്ര പുരുഷനെ കുറിച്ച് അറിയാമായിരുന്നു. അവരുടെ പ്രേരണയിൽ ആണ് മക്കയിലെ പ്രമാണിമാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുകയുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുകയുണ്ടായത്. ദുൽഖർനൈൻ ദിഗ്വിജയിയായ, ചരിത്രത്തിലെ വളരെ വിശ്രുതനായിരുന്ന ഒരു ഭരണാധികാരിയും ഒരു സേനാധിപനും അതുപോലെ മനുഷ്യ സമൂഹത്തെ സത്യമാർഗത്തിലേക്ക് നയിച്ചിരുന്ന ഒരു നേതാവുമൊക്കെയായിരുന്നു എന്നത് നമുക്ക് ഖുർആന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു ദുൽഖർനൈനുമായി ബന്ധപ്പെട്ടത് നൽകുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ്, നിശ്ചയമായിട്ട് നാം അദ്ദേഹത്തിന് ഭൂമിയിൽ, നാട്ടിൽ വലിയ സ്ഥാനവും അധികാരവും ഇടവും ഒക്കെ നൽകുകയുണ്ടായി. ഇന്ന മക്കന്ന, മക്കന്ന എന്ന് പറഞ്ഞാൽ മക്കാന ഒരുക്കി കൊടുത്തു, ഇടം ഒരുക്കി കൊടുത്തു, സൗകര്യം ചെയ്തു കൊടുത്തു, അധികാരം നൽകി, സ്വാധീനവും ശക്തിയും ശേഷിയും ഒക്കെ നൽകി എന്ന സൂചനയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഈ വാക്ക് ചിലരെ അധികാരസ്ഥരാക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ട് ഉപയോഗിച്ച് കാണാൻ കഴിയും. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട്, അതുപോലെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടൊക്കെ ഈ പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ദുൽഖർനൈനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിടെ പറയുന്ന അദ്ദേഹത്തിന് നാം ഭൂമിയിൽ, അതിന്റെ വിശാലമായ അർത്ഥത്തിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം തുടർന്നുള്ള വിവരണങ്ങൾ അന്നത്തെ മനുഷ്യവാസം ഉണ്ടായിരുന്ന ഭൂപ്രദേശത്തിന്റെ വിശാലമായ അറ്റങ്ങളെ പരാമർശിക്കുകയാണ്. പടിഞ്ഞാറോട്ട് പശ്ചിമഘട്ടത്തിൽ എത്രത്തോളം അദ്ദേഹം പോവുകയുണ്ടായി, പൗരസ്ത്യ മേഖലയിലേക്ക് എത്രത്തോളം അദ്ദേഹം തന്റെ പടയോട്ടം നടത്തുകയുണ്ടായി, വടക്കോട്ടും തെക്കോട്ടും എത്രത്തോളം വ്യാപ്തി ഉള്ള ഒരു സാമ്രാജ്യമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രമാണ് അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായത് തുടങ്ങിയതൊക്കെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇവിടെ ഖുർആൻ നടത്തുന്നത്. അപ്പോ അതിന്റെ വിവരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ്, ഭൂമിയിൽ നാം അദ്ദേഹത്തിന് വലിയ അധികാരം നൽകുകയുണ്ടായി. വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാവിധ സൗകര്യങ്ങളും സാധന സാമഗ്രികളും, ഇംഗ്ലീഷിൽ മീൻസ് എന്ന് പറയും, എല്ലാവിധ ഭൗതിക വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യും. അപ്പൊ അധികാരം നൽകി, അതേപോലെ വിഭവങ്ങളും നൽകി. വലിയ പ്രതാപത്തോടു കൂടി വാഴുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള അധികാരവും അതിന് പിൻബലമാവുന്ന വിധത്തിലുള്ള വിഭവങ്ങളും നൽകി അനുഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹത്തെ അല്ലാഹു. അപ്പോ അങ്ങനെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തില് വളരെ ശ്രദ്ധേയമായ ഒരു ദൗത്യം നിർവഹിക്കാൻ സാധിച്ച, ഭരണാധികാരവും അതുപോലെ തന്നെ സാമ്പത്തികമായ ശേഷിയും പിൻബലവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രമുഖനായ വ്യക്തിയെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സുകൾ, അള്ളാഹുവിന്റെ ഔദാര്യം, അവന്റെ റഹ്മത്ത് ഒക്കെ വേണ്ടുവോളം നൽകപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് ഈ പ്രയോഗങ്ങളിൽ നിന്നും ഈ ശൈലിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൗതികാർത്ഥത്തിലുള്ള അധികാരവും ശക്തിയും കരുത്തുമൊക്കെ ആർജിച്ചുകൊണ്ട് വിരാജിക്കുന്ന ചില അക്രമപരമായി അധികാരം പിടിച്ചെടുത്തവരും ജനങ്ങളെ അടക്കി വാഴുന്നവരുമൊക്കെയായ ആളുകൾ ചരിത്രത്തിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പരാമർശിക്കുന്ന വിധത്തിലല്ല, മറിച്ച് അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച പാതയിൽ നിലകൊള്ളുന്ന, സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു ദിഗ്വിജയിയായ ചരിത്ര പുരുഷനെ പരാമർശിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. അള്ളാഹു വളരെ ഓപ്പൺ ആയിട്ട്, വളരെ പ്ലെയിൻ ആയ രീതിയിൽ പറയുന്നത് ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ്, നിശ്ചയമായിട്ടും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ വലിയ അധികാരവും ശക്തിയും പ്രതാപവും ഒക്കെ നൽകുകയുണ്ടായി. വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാ വിധത്തിലുള്ള വിഭവങ്ങളും അദ്ദേഹത്തിന് നാം ഒരുക്കി കൊടുക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ശേഷിയും ആൾബലവും ഒക്കെ ഉണ്ടായിരുന്ന, അതുപോലെ സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ഒക്കെ ലഭ്യമായിരുന്ന, എല്ലാ അർത്ഥത്തിലും പ്രൗഢിയും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അധികാരിയായിരുന്നു, ഒരു ഭരണാധിപനായിരുന്നു ദുൽഖർനൈൻ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അധികാരം ഉണ്ടായിരിക്കെ തന്നെ വിഭവശൂന്യത നേരിടുന്നവരുണ്ട്. വിഭവങ്ങൾ വേണ്ട വിധം
ഉണ്ടായിരിക്കെ തന്നെ അവ കൈകാര്യം ചെയ്യാൻ വേണ്ട അധികാരമില്ലാതെ പോയവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാ വിധത്തിലുമുള്ള ദൈവിക അനുഗ്രഹങ്ങളും നൽകപ്പെട്ട ഒരു സമുന്നതനായ ഒരു വ്യക്തിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഒരുപക്ഷെ സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കുക ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലോ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലോ ഒക്കെ ആയിരിക്കും. വളരെ വലിയ ശക്തിയും അധികാരവും പ്രതാപവും ഒക്കെ അതിനോടൊപ്പം ഭൗതിക വിഭവങ്ങളുടെ പിൻബലവും ഒക്കെ ഉണ്ടായിരുന്ന ഭരണാധിപന്മാര് കൂടിയായിരുന്നു ഈ രണ്ട് പ്രവാചകന്മാർ. അവരെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകപ്പെടുന്നത്. അപ്പോ സബബ അങ്ങനെ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഒരു ദിശയിലേക്ക് ഉള്ള പ്രയത്നം ആരംഭിച്ചു. അത്ബഅ സബബ എന്ന് ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു കാരണം പിന്തുടർന്നു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹി ഫോളോഡ് എ കോഴ്സ് എന്ന് പറയാം. അദ്ദേഹം ഒരു ദിശ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ തന്റെ ഭരണാധികാരി എന്നുള്ള നിലക്കും ജനങ്ങളെ വളരെയേറെ സ്വാധീനിച്ച ഒരു വളരെ സമുന്നതനായ ഒരു വ്യക്തി എന്നുള്ള നിലക്കുമൊക്കെ അദ്ദേഹം അണ്ടർടേക്ക് ചെയ്ത ചില വലിയ പ്രയത്നങ്ങളിൽ ഒന്ന് അദ്ദേഹം നിർവഹിച്ചു, അല്ലെങ്കിൽ ആ ദിശയിലേക്ക് നീങ്ങി എന്നൊരർത്ഥമാണ് നമുക്ക് ഈ പ്രയോഗത്തിന് കാണാൻ കഴിയും. അദ്ദേഹം ഒരുക്കം ചെയ്തു അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് നീങ്ങി എന്നൊക്കെ. തുടർന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പശ്ചിമ ദിക്കിലേക്ക്, പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ പടിഞ്ഞാറൻ ദിശയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള നിലക്കാണത് വായിക്കാൻ സാധിക്കുക. അത്ബഅ സബബ, ആ യാത്ര, ആ പ്രയത്നം, ആ ദൗത്യവുമായുള്ള മുന്നേറ്റം ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, സൂര്യാസ്തമയത്തോളം എത്തുകയുണ്ടായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ യാത്ര അദ്ദേഹം തുടരുന്നത് സൂര്യൻ അസ്തമിക്കുന്നതായി കാണപ്പെടുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്ന അത്രയും പശ്ചിമ ഭാഗത്ത് നിലകൊള്ളുന്ന ഒരു പ്രദേശം വരെ എത്തി എന്നതാണ് സൂചന. സൂര്യൻ അസ്തമിക്കുന്ന ഒരിടത്ത് എത്തി എന്നതല്ല. അങ്ങനെ തെറ്റായൊരു വായന നടത്തുന്നത് അനുചിതമായൊരു വായനയായിട്ട് കാണാൻ കഴിയും. അങ്ങനെയല്ല. മഗ്രിബു ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ മറയുന്ന ഇടം എന്നാണ് വാക്കിന്റെ അർത്ഥമെങ്കിലും അത് ഒരു കൃത്യമായ ഒരു സ്ഥലമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് ഇന്നയിടത്താണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അത് ഭൂമിയിലെ ഏതെങ്കിലും പ്രദേശത്തെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നമ്മൾ ആ ഇടത്തെത്തിയാൽ വീണ്ടും ഒരുപാട് അകലെയായിട്ട് സൂര്യൻ മറയുന്നത് കാണാൻ കഴിയും. അപ്പോ ഒരിക്കലും തന്നെ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുന്നു, താഴ്ന്നു പോകുന്നു എന്നത് നമുക്ക് പറയാൻ സാധ്യമല്ല. അത് പഴയ കാലത്ത് ഉള്ള ഒരു രീതി പൊതുവെ അങ്ങനെ തന്നെയാണ്. ഈ പരാമർശങ്ങളിൽ പല പഴയ രചനകളിൽ, ഉദാഹരണത്തിന് ഒഡീസിയൂസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് കഥാപാത്രത്തിന്റെ, അദ്ദേഹം യൂലിസിസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘമായ യാത്രകൾ, ഭൂമുഖത്തിന്റെ പല ദിശകളിലേക്കുമായിട്ട് അദ്ദേഹം നടത്തിയ യാത്രകളുടെ ഒക്കെ തന്നെ വിവരണത്തില് അദ്ദേഹം പടിഞ്ഞാറ് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന ഇടവും അതിനപ്പുറത്തേക്കും നീണ്ടുപോയ യാത്രകൾ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അപ്പൊ സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ അസ്തമിക്കുന്ന, ടു സെയിൽ ബിയോണ്ട് ദ സൺസെറ്റ് ആൻഡ് ദ ബാത്ത്സ് ഓഫ് ഓൾ ദ വെസ്റ്റേൺ സ്റ്റാർസ് അൺടിൽ ഐ ഡൈ എന്നൊക്കെ യൂലിസിസ് പറയുന്ന വിധത്തിലുള്ള വിവരണങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാണാൻ കഴിയും. അപ്പൊ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന ഒരു പ്രത്യേകം ഇടം ഫിക്സ്ഡ് ആയിട്ടുണ്ട് എന്ന ഒരു നോഷൻ അല്ല യഥാർത്ഥത്തിൽ. വിദൂരതയിൽ നിന്ന് മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ പടിഞ്ഞാറ് എവിടെയോ സൂര്യൻ അസ്തമിക്കുന്ന പോലെ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ.
അങ്ങനെ തോന്നുന്നു എന്നേ ഉള്ളൂ. ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിനപ്പുറത്തേക്കും ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമേ ഒരുപക്ഷെ സൂര്യൻ മറഞ്ഞു പോകുന്ന ആ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നൊരു തോന്നലാണ് ആ സ്പോട്ടിൽ എത്തിയാൽ ഉണ്ടാവുക. അപ്പോ സൂര്യൻ അസ്തമിക്കുന്ന ഇടത്തല്ല, മറിച്ച് ആ ദിശയില് മനുഷ്യൻ എത്താവുന്ന പടിഞ്ഞാറൻ ദിശയില് പശ്ചിമ ദിശയിലേക്ക് നീങ്ങി മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അകലെയായിട്ടുള്ള ലക്ഷ്യങ്ങളില് അദ്ദേഹം എത്തിച്ചേർന്നു. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്. അപ്പോ സൂര്യാസ്തമയത്തിന്റെ ദിശയില് ഏറ്റവും അകലെയായുള്ള ഒരു സ്ഥലത്ത് പശ്ചിമഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോ വജദഹ തഗ്റുബു ഫീ ഐനിൻ ഹമിഅ. ഒരു ചെളി കലർന്ന ചെളി കലർന്ന ഒരു ജലാശയത്തില് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയുണ്ടായി. വജദ ഇൻദഹ ഖൗമ. അതിന്റെ പരിസരത്തായിട്ട് അദ്ദേഹം ഒരു സമൂഹത്തെ, ഒരു ജനതയെ കാണുകയും ചെയ്തു. അപ്പോ ഖുൽന, നാം പറയുകയുണ്ടായി, യാ ദുൽഖർനൈൻ, ദുൽഖർനൈൻ, ഇമ്മ അൻ തുഅദ്ദിബ, താങ്കൾക്ക് വേണമെങ്കിൽ ഈ കൂട്ടരെ ശിക്ഷിക്കാം, വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അതല്ലെങ്കിൽ അവരെ സംസ്കരിച്ച് നല്ലവരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം. ഈ രണ്ട് സാധ്യതകൾ താങ്കളുടെ മുന്നിലുണ്ട് എന്ന് നാം പറയുകയുണ്ടായി. കാല, അപ്പോ ദുൽഖർനൈൻ പറഞ്ഞത്, പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അമ്മാമൻ വലമ, അതിക്രമകാരികളായി നിന്ന ആളുകളെ, വാലിമുകളായ ആളുകളെ, ഫസൗഫ നുഅദ്ദിബുഹു, നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, പിന്നീട് നാം ശിക്ഷിച്ചു എന്നതിൽ തീരുന്നില്ല, പിന്നീട് അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അവന്റെ നാഥന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുന്നു. ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര, അതിനെ തുടർന്ന് അവന്റെ റബ്ബ് അവനെ അതികഠിനമായിട്ട് ശിക്ഷിക്കുന്നു എന്നാണ് ദുൽഖർനൈൻ പറയുന്നത്. അമ്മാമൻ ആമന, എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും വഅമില സ്വാലിഹ, ശരിയായ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഫലഹു ജസാഅനിൽ ഹുസ്ന, അങ്ങനെ ഒരാൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണ് ഉണ്ടാവുക. വസനഖൂലു ലഹു മിൻ അംരിന യുസ്ര, നമ്മുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും എളുപ്പമായത് മാത്രമേ നാം അവരോട് പറയുകയും ഉള്ളൂ. ഇങ്ങനെയാണ് ദുൽഖർനൈൻ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ദുൽഖർനൈൻ അണ്ടർടേക്ക് ചെയ്ത ദീർഘമായ ക്യാമ്പയിനുകളിൽ ഒന്ന് ആണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് പശ്ചിമ ദിശയിലേക്കുള്ളതായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് വലിയ സൈനിക മുന്നേറ്റം നടത്താൻ വേണ്ട സകല സൗകര്യങ്ങളും അധികാരവും വിഭവങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി അദ്ദേഹം ഒരു യാത്ര, ഒരു പ്രത്യേക ദിശയിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അത് പടിഞ്ഞാറൻ ദിശയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് മഗ്രിബു ശംസ് എന്ന് തന്നെ പറയാവുന്ന ഒരിടത്താണ്. സൂര്യൻ അസ്തമിക്കുന്ന പ്രദേശം എന്ന വിധത്തിൽ, എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന എന്ന രീതിയിലേ അത് മനസ്സിലാക്കേണ്ടതുള്ളൂ. സൂര്യൻ അസ്തമിക്കുന്ന, അതിനപ്പുറത്തേക്ക് കടലായിരിക്കും, സമുദ്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് വീണ്ടും യാത്ര ചെയ്തുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന, സൂര്യൻ കണ്ണിൽ നിന്ന് മറയുന്ന കൃത്യമായ സ്പോട്ട് ഏത് എന്ന് കണ്ടുപിടിക്കാനൊന്നും മനുഷ്യന് പോകുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ തന്നെ അസാധ്യമായ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ. കാരണം ഭൂമിയിൽ ഒരു സ്പോട്ടിൽ സ്പർശിച്ചുകൊണ്ടല്ല സൂര്യൻ മറയുന്നത്. സൂര്യൻ എവിടെയാണ് മറയുന്നതെങ്കിലും അത് ഭൂമിയെ സ്പർശിച്ചുകൊണ്ടോ ഭൂമിയെ അതിന്റെ പരിസരത്തോ അതിനോട് അടുപ്പമുള്ള ഒരു പോയിന്റിലോ ആയിക്കൊണ്ടൊന്നുമല്ല. അതേസമയത്ത് മനുഷ്യന്റെ ദൃഷ്ടിയില് ഭൂമിയിൽ എവിടെയോ സൂര്യൻ മറയുന്ന പോലെ തോന്നി എന്ന് വരും. ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ അത് കാണുന്നത്. സൂര്യൻ കടലിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അങ്ങ് താഴ്ന്ന് മറിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ദുൽഖർനൈൻ നടത്തിയ യാത്രയുടെ ആ സൈനിക മുന്നേറ്റത്തിന്റെ ഘട്ടത്തില് അവരുടെ നിരീക്ഷണത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് കാണുന്ന
ഒരു ഇടമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ കൃത്യമായിട്ട് ഇത് എവിടെയാണ് എന്നത് മനസ്സിലാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ദുൽഖർനൈൻ ആരായിരുന്നു, അദ്ദേഹം എവിടുന്നാണ് യാത്ര പുറപ്പെടുന്നത്, അങ്ങനെ പശ്ചിമ ദിശയിലേക്ക് യാത്ര ചെയ്തിട്ട് അവർക്ക് മഗ്രിബ് ശംസായിട്ട് അനുഭവപ്പെട്ടിരുന്ന ഭൂപ്രദേശം ഏതാണ് എന്നതിലൊക്കെ നമ്മൾ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വരും. അപ്പോ സൈറസ് ചക്രവർത്തിയാണ് ഈ ദുൽഖർനൈൻ എന്നതിലൂടെ പരാമർശിക്കപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ആ യാത്ര ഏഷ്യ മൈനറിന് അപ്പുറത്തേക്ക് നീണ്ടുപോയി ഒരു പ്രത്യേക ഇടത്ത് എത്തിയിട്ട് ഏജിയൻ സമുദ്രം രണ്ട് പിണറായി മാറി, രണ്ട് ഉൾക്കടലുകളായിട്ട് മാറിയിട്ട് ഒന്ന് കറുത്തിരുണ്ട ജലാശയം പോലെയായി മാറിയ ഒരു പ്രദേശം കാണാൻ സാധിക്കും. ആ പ്രദേശത്താണ് സൂര്യൻ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അതിന് വലിയ സാധ്യത ഈ വിവരണത്തിനോട് അതിന് വലിയ അതിനെ കണക്ട് ചെയ്യാൻ നമുക്കൊരു സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് സൈറസ് ചക്രവർത്തി, സൈറസ് രണ്ടാമൻ എന്ന പേർഷ്യൻ ചക്രവർത്തി തന്നെ ആയിരുന്നു എന്ന് പറയാൻ പ്രയാസമുണ്ട്. അത് അലക്സാണ്ടറിന്റെ കാര്യത്തിൽ അതിനേക്കാൾ നമുക്ക് അതില് അസ്വീകാര്യത അനുഭവപ്പെടുന്നുണ്ട്. കാരണം അലക്സാണ്ടറിനെ കുറിച്ച് അറിയപ്പെടുന്ന, ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്ന പല കാര്യങ്ങളും ഇവിടെ വിവരിക്കപ്പെടുന്ന ദുൽഖർനൈനുമായിട്ട് ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകാത്ത വിധത്തിലുള്ളതാണ് എന്നതാണ് അതിന്റെ കാരണം. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെടുന്ന ദുൽഖർനൈൻ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ അധികാരവും കരുത്തും ശക്തിയും വിഭവങ്ങളും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പശ്ചിമ ദിക്കിലേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം മഗ്രിബ് ശംസ് എന്ന് വിളിക്കാവുന്ന ഒരു ഇടം വരെ എത്തി. അപ്പോ അവിടെ അദ്ദേഹം കാണുന്നത് വജദഹ തഗ്റുബു ഫി ഐനിൻ ഹമിഅ. അവിടെ അദ്ദേഹം കാണുന്നത് സൂര്യൻ ഒരു കറുത്തിരുണ്ട ജലാശയത്തില് മറയുന്നതായിട്ടാണ്. തഗ്റുബു എന്ന വാക്ക് മഗ്രിബ് എന്ന വാക്കുമായിട്ട് ബന്ധമുള്ള പ്രയോഗമാണ്. അത് പടിഞ്ഞാറ് എന്ന് സൂചിപ്പിക്കുന്നു, പടിഞ്ഞാറ് മറയുന്നു, അസ്തമിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഈ ഒരു ആഫ്രിക്കയിലെ ഒരു രാജ്യം മൊറോക്കോ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള രാജ്യം യഥാർത്ഥത്തിൽ അറബിയിൽ മഗ്രിബ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ആ രാജ്യത്തിന്റെ പേര് മഗ്രിബുമായി ഈ മഗ്രിബു ശംസിന് ബന്ധമുണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്തായാലും ഏജിയൻ സമുദ്രം രണ്ട് പിണറായി മാറിയിട്ട് അതിന്റെ ഒരു ഭാഗം ഒരു ഉൾക്കടലായിട്ട് അത് കറുത്തിരുണ്ട ഒരു ജലാശയം പോലെയാണ് കിടന്നിരുന്നത്. ആ പ്രദേശത്ത് സൂര്യൻ മറയുന്നതായിട്ടാണ് അവർക്ക് കാണാൻ പറ്റിയത് എന്ന് അനുമാനിക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ മഗ്രിബ് ശംസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടത്തില് എത്തിയപ്പോ അവിടെ ഒരു ഐനുൻ ഹമിഅ എന്ന് പറഞ്ഞാൽ ചെളി നിറഞ്ഞ കറുത്തിരുണ്ട ഒരു തടാകം പോലെയുള്ള ഒരു ജലാശയം. അവിടെ സൂര്യൻ താഴ്ന്ന് മറയുന്നത്, അസ്തമിച്ച് മറയുന്നത് അദ്ദേഹത്തിന് കാണാനായി. ആ പ്രദേശത്ത് വജദ ഇൻദഹ ഖൗമ, ആ പ്രദേശത്ത് ഒരു ജനത ദുൽഖർനൈന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദുൽഖർനൈൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കേവലമായ രാജാക്കന്മാർ നടത്തുന്ന പടയോട്ടങ്ങൾ പോലെയുള്ള പടയോട്ടം നടത്തിയ ഒരാളല്ല. പ്രവാചകന്മാരൊക്കെ നിർവഹിച്ച വലിയ ദൗത്യങ്ങള്, സമാനമായ ദൗത്യം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു ദുൽഖർനൈൻ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ദൈവിക പ്രവാചകന്റെ പിന്മുറക്കാരനായിട്ട് രംഗത്ത് വന്ന ഒരു ഇസ്ലാമിക ഭരണാധികാരി, ആ ഘട്ടത്തിലെ പ്രവാചകന്റെ പാത പിന്തുടർന്നിരുന്ന, ആ മാർഗത്തിൽ നിലക്കൊണ്ട ഒരു ഭരണാധികാരിയാവാനാണ് സാധ്യത. അപ്പൊ അദ്ദേഹം അവിടെ ഒരു ജനതയെ കണ്ടെത്തി. ആ ജനതയുടെ കാര്യത്തില് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ രണ്ട് ഓപ്ഷൻസ് ആണ്. ഈ നാം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന ശൈലിയിലാണ് ഇവിടെ പറയുന്നതെങ്കിലും അത് വഹിയോ ഇൽഹാമോ ആവേണ്ടതില്ല. യഥാർത്ഥത്തില് പ്രവാചകന്മാരോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയകളോ ഒക്കെ ആണെങ്കിൽ അത് പ്രവാചകന്മാരാണെങ്കിൽ വഹിയാവാം, അതുപോലെ അള്ളാഹുവിന്റെ ഔലിയകളാണെങ്കിൽ അത് ഇൽഹാമാകാം. സാധാരണ
ഈ വിധത്തിലുള്ള സമാവിയായ ആ സംവേദനം ലഭിക്കുന്ന പ്രവാചകന്മാരോ ഔലിയാകളോ അല്ലാത്ത ആളുകളുടെ കാര്യത്തില് അത് മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് നൽകപ്പെടുന്നതും ആവാം. അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന്റെ മുന്നിൽ രണ്ട് സാധ്യതകള് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിച്ചു എന്ന നിലയ്ക്ക് ഇതിനെ മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അപ്പൊ ഖുൽന, നാം അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ശൈലിയിൽ ഖുർആൻ പലയിടത്തും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കാണാം. ഖുൽന യാദൽ ഖർനൈൻ, ദുൽഖർനൈനെ നാം അദ്ദേഹത്തോട് പറഞ്ഞു, ദുൽഖർനൈനെ ഇമ്മ അൻ തുഅദ്ദിബ വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹസ്ന. ഒന്നുകിൽ ഈ സമൂഹത്തെ, കൂടുതലും അക്രമികളായ വഴിപിഴച്ച മാർഗം സ്വീകരിച്ച ഈ ആളുകളെ താങ്കൾക്ക് അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കാം, അതല്ലെങ്കിൽ താങ്കൾക്ക് അവരെ നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്താം. സൂചിപ്പിക്കപ്പെടുന്നത് മഗ്രിബ് ശംസിന്റെ ഈ പരാമർശിക്കപ്പെടുന്ന ഈ ഭൂപ്രദേശത്ത് ഒരു സമൂഹം ഉണ്ടായിരുന്ന ആ സമൂഹത്തെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം സൈനികമായിട്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. സ്വാഭാവികമായിട്ടും സൈനികമായി കീഴ്പ്പെടുത്തപ്പെട്ട ഒരു പോരാട്ടത്തിലോ ഒരു യുദ്ധമുന്നേറ്റത്തിലോ ഒക്കെ കീഴ്പ്പെടുത്തപ്പെട്ട സമൂഹം, അത്തരം സമൂഹങ്ങള് ആ സൈനിക വിജയം നേടിയ ജേതാവിന്റെ ദയാദാക്ഷിണ്യത്തിലാണ് പിന്നീടുണ്ടാവുക. അവരുടെ കാര്യത്തില് ഒന്നുകിൽ അവരെ കൂട്ടക്കശാപ്പ് ചെയ്ത് കൊന്നു തീർക്കുന്ന പല ഭരണാധികാരികളും ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാം, അതല്ലെങ്കിൽ അവരെ ആത്മീയമായും അതുപോലെ ധാർമ്മികമായും ഒക്കെ സംസ്കരിച്ച് നല്ല മനുഷ്യരാക്കി മാറ്റുന്ന ഒരു പ്രയത്നത്തിൽ ഏർപ്പെടാം. രാജാക്കന്മാര് ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് അങ്ങനെ പ്രാധാന്യം നൽകുന്നത് ചരിത്രത്തിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കില്ല. അതൊരു ദൗത്യം ഉള്ള ഒരു ഭരണാധികാരിക്കോ അല്ലെങ്കിൽ പട നയിച്ച ഒരു ജേതാവിനോ ഒക്കെ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്രയത്നം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. സബയിലെ രാജ്ഞിക്ക് അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നടപടികളും ഒക്കെ ഖുർആൻ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. സുലൈമാൻ അലൈഹി ഇസ്ലാം കേവലം ഒരു രാജാവിന്റെ പദവിയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. വലിയൊരു ദൗത്യം നിർവഹിച്ച അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹങ്ങളൊക്കെ നൽകി അധികാരവും ശക്തിയും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു പ്രവാചകനുമായിരുന്നു എന്നതാണ് വസ്തുത. ഇവിടെ ഈ പടിഞ്ഞാറൻ ദിക്കിലേക്കുള്ള സഞ്ചാരം നടത്തിയ, പടയോട്ടം നടത്തിയ മഗ്രിബ് ശംസിന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു സമൂഹത്തെ സൈനികമായി കീഴടക്കിയ ഘട്ടത്തില് ദുൽഖർനൈന്റെ മനസ്സിൽ അനുഭവപ്പെടുന്ന രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ താൻ കീഴടക്കിയ സമൂഹങ്ങളെ അതിഭീകരമായ അതിനിഷ്ഠൂരവും ക്രൂരവുമായ വിധത്തില് അവരെ ശിക്ഷിച്ച് അവരെ നശിപ്പിച്ചു കളയുക എന്നതൊക്കെയാണ്. അതല്ലെങ്കിൽ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജേതാവിന്റെ ഒരു രീതിയിൽ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അവർക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ശരിയായ ജീവിത സരണി കാണിച്ചു കൊടുക്കുകയും അവരെ നല്ല സംസ്കാരവും മര്യാദയും ഒക്കെയുള്ള ആളുകളായി മാറാൻ വേണ്ട വിധത്തിലുള്ള സംസ്കരണം അവർക്ക് പകർന്നു നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രയത്നത്തിൽ ഏർപ്പെടാം. അതല്ലെങ്കിൽ അവരോട് വളരെ ക്രൂരമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകാം. ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഖുൽന യാദൽ ഖർനൈൻ, ദുൽഖർനൈൻ ഇമ്മ അൻ തുഅദ്ദിബ, താങ്കൾക്ക് ഒന്നുകിൽ ഇവരെ കൈകാര്യം ചെയ്യാം കഠിനമായ ശിക്ഷ നൽകിക്കൊണ്ട്, ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹസ്ന, അതല്ലെങ്കിൽ അവരിൽ താങ്കൾക്ക് നന്മ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. അവരിൽ ഹുസ്ന എന്ന ഗുണം, ഹുസ്ന എന്ന നന്മ എന്ന ഗുണം ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലുള്ള ഒരു സംസ്കരണ പ്രവർത്തനം അവരുടെ കാര്യത്തിൽ താങ്കൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നടപ്പിലാക്കാം. ഈ രണ്ട് സാധ്യതകൾ താങ്കളുടെ മുന്നിലുണ്ട് എന്നാണ് അള്ളാഹു ദുൽഖർനൈനെ അറിയിക്കുന്നത്. ഒരു
വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ദുൽഖർനൈന്റെ മുന്നില് ആ ഘട്ടത്തില് ഈ രണ്ട് സാധ്യതകള് തെളിഞ്ഞു വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അള്ളാഹു അദ്ദേഹത്തിന്റെ മുന്നില്, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ആദർശത്തിനും ഒരു ദൗത്യത്തിനുമൊക്കെ മുന്നിൽ നടക്കുന്ന ഒരാള് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ മുന്നില് വന്ന രണ്ട് സാധ്യതകളാണ് ഈ അപരിഷ്കൃതരായ, അക്രമികളായ, ദ്രോഹികളായ ആളുകളുടെ കാര്യത്തില് ഈ രണ്ട് ഓപ്ഷൻസ് ആണ് അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിയുകയുണ്ടായത്. അപ്പോ ദുൽഖർനൈൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു സംഭാഷണം നടന്നു എന്ന വിധത്തിലാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ കാര്യം, അതുപോലെ അദ്ദേഹം ആത്മഗതം എന്ന നിലക്ക് പറഞ്ഞതോ മനസ്സിൽ വിചാരിച്ചതോ ആയ കാര്യം ആയിട്ട് കാണുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, അമ്മ മൻ വലമ്മ, അക്രമപാത സ്വീകരിച്ച ആള് അല്ലെങ്കിൽ ദ്രോഹം ചെയ്ത ആള്, ആത്മദ്രോഹം ചെയ്ത വ്യക്തി, ഫസൗഫ നുഅദ്ദിബുഹു, അങ്ങനെയുള്ള ഒരുവനെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും. എന്റെ തീരുമാനം അക്കാര്യത്തിൽ അതാണ്. ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന വിധത്തിലും സ്വയം വഴികേടിലാകുന്ന വിധത്തിലുമൊക്കെ ലുൽമിന്റെ മാർഗം സ്വീകരിച്ച് അതിൽ ശടിച്ച് നിലക്കൊണ്ട ഒരാള് അല്ലെങ്കിൽ അത്തരം ആളുകൾ, അവരെ നുഅദ്ദിബുഹു, നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി, ആ ശിക്ഷയിൽ അവസാനിക്കില്ല. അതിനുശേഷം അവൻ തന്റെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടാൻ ആണ് ഇരിക്കുന്നത്. ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര, അങ്ങനെ റബ്ബിന്റെ അടുക്കല് തിരിച്ചയക്കപ്പെടുന്നതോടെ അവൻ അതികഠിനമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും. കഠിനമായ ദൈവിക ശിക്ഷ അതിനെ തുടർന്ന് ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അങ്ങനെ ലാലിമായ ഒരാൾക്ക് ഞാൻ ശിക്ഷ നൽകും. ആ ശിക്ഷയിൽ അവന്റെ കാര്യം അവസാനിക്കുന്നില്ല. അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുന്ന മുറക്ക് അവന് ദൈവികമായ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരികയും ചെയ്യും. എന്നാൽ അമ്മാമൻ ആമന വഅമില സ്വാലിഹ, എന്നാൽ സത്യമാർഗം ഉൾക്കൊണ്ട്, സത്യവിശ്വാസം ഉൾക്കൊണ്ട്, ശരിയായ സംസ്കാര ചിത്തനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നന്മ പ്രവർത്തിക്കുന്നതിൽ ഏർപ്പെടുന്ന ആളുകൾ, അങ്ങനെ ഒരാൾക്ക് ഫലഹു ജസാഅനിൽ ഹുസ്ന, ഏറ്റവും ഉത്തമമായ പ്രതിഫലമാണ് നാം നൽകുക. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ഒരു റീപേയ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല ഒരു നിലപാടാണ് അങ്ങനെ നന്മയുടെ, സത്യത്തിന്റെ മാർഗം ഉൾക്കൊണ്ട് നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുക. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്ര, അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ പോളിസി ആവില്ല. രാജാക്കന്മാർ അങ്ങനെയാണ്. കീഴ്പ്പെടുത്തിയ നാടുകളിലെ ജനങ്ങളെ അതികിരാതമായ വിധത്തിൽ ദ്രോഹിക്കുകയോ അവരുടെ മേൽ ഭാരിച്ച നികുതി ചുമത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഭൂമിയും അവരുടെ കൃഷിയിടങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവർക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത വിധത്തിൽ, വലിയ ഭാരമാവുന്ന വിധത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവരുടെ മേൽ വെച്ച് കെട്ടി നികുതി ഭാരം ചുമത്തി അവരെ അടിമകളെ പോലെ ജീവിക്കാൻ നിർബന്ധിതരാക്കുന്ന നടപടികളൊക്കെ രാജാക്കന്മാർ പലപ്പോഴും ചരിത്രത്തിൽ സ്വീകരിച്ചേ കാണാൻ പറ്റും. എന്നാൽ സത്യമാർഗത്തിൽ നിലകൊള്ളുകയും നന്മയുടെ പാത സ്വീകരിക്കുകയും ചെയ്ത ആളുകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ എളുപ്പമുള്ള കൽപ്പനകൾ മാത്രമേ നൽകുകയുള്ളൂ. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്ര, നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ യുസ്ർ എന്ന് പറയാവുന്ന, എളുപ്പമുള്ളത് എന്ന് പറയാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നാം അവരോട് പറയുകയുള്ളൂ. അവരെ ദ്രോഹിക്കൂല, അവരെ പ്രയാസപ്പെടുത്തൂല, ബുദ്ധിമുട്ടിക്കൂല. ഇതാണ് ദുൽഖർനൈൻ തീരുമാനമായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നത്. അത് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന വിധത്തിലുള്ള ഒരു ശൈലിയിലാണ് ഈ സംഭാഷണം ഇവിടെ വിവരിക്കപ്പെടുന്നതെങ്കിലും അത് ദുൽഖർനൈന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ആയിട്ട് അദ്ദേഹം കീഴടക്കിയ ആ മഗ്രിബ് ഷംസിന്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ കാര്യത്തില് ഒന്നുകിൽ അവരെ അതികഠിനമായി ശിക്ഷിക്കാം എന്നത്, അല്ലെങ്കിൽ അവരെ സംസ്കരിച്ച് നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നത്, ഈ രണ്ട് ഓപ്ഷൻസ് ആണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന വിധത്തിൽ ഏതോ വിധത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വഹിയിലൂടെ അങ്ങനെ
അറിയിക്കപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നത്. അങ്ങനെയുള്ള സൂചനകളൊന്നും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സത്യബോധമുള്ള ശരിയായ ദൗത്യം നിർവഹിക്കാൻ മുതിർന്ന ഒരു ഭരണാധികാരിയായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആയത്തുകളെ വിശദീകരിക്കുന്നത്. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ആളുകളുടെ കാര്യത്തിലുള്ളത്. അവരുടെ അതില് ദുൽഖർനൈൻ തെരഞ്ഞെടുക്കുന്ന വഴി അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ആത്മദ്രോഹം ചെയ്ത സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ലാലിമ് എന്ന വിധത്തിൽ വിവരിക്കപ്പെടാൻ പറ്റുന്ന ആളുകളെ തീർച്ചയായിട്ടും നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അവർക്ക് ശിക്ഷയുടെ ഭാഷ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അവരോട് പ്രബോധനം ചെയ്തതുകൊണ്ടോ അവരുടെ മുന്നിൽ സംസ്കരണത്തിന്റെ പാത കാണിച്ചു തുറന്നു കൊടുത്തതുകൊണ്ടോ ഒന്നും അവര് അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരായിക്കൊള്ളുന്നില്ല. അത്തരം ആളുകൾക്ക് ശിക്ഷയുടെ ഭാഷ, ഇരുമ്പിന്റെ ഭാഷ, ആയുധത്തിന്റെ ഭാഷയൊക്കെ മനസ്സിലാവുള്ളൂ. അവർക്ക് തീർച്ചയായിട്ടും നാം കഠിനമായ ശിക്ഷ നൽകും. അതിനെ തുടർന്ന് അവര് അള്ളാഹുവിന്റെ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ സത്യമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരാവുകയും സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഒരുക്കം കാണിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ നമ്മൾ വേറൊരു നിലപാടാണ് സ്വീകരിക്കുക. അവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം നാം നൽകും. മാത്രവുമല്ല, നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ എളുപ്പമുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും മാത്രമാണ് അവർക്ക് നൽകപ്പെടുക എന്നാണ് ദുൽഖർനൈൻ ഇത് സംബന്ധമായി തന്റെ നിലപാടായിട്ട്, തന്റെ തീരുമാനമായിട്ട് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദുൽഖർനൈൻ നടത്തിയ പടയോട്ടങ്ങളിൽ പടിഞ്ഞാറൻ ദിശയിലേക്ക് ഏജിയൻ തീരത്തോടടുത്ത അല്ലെങ്കിൽ ഏഷ്യ മൈനറിനപ്പുറത്തേക്കുള്ള ഒരു പ്രദേശത്തേക്ക് നടത്തിയ യാത്രയെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് അറിയപ്പെട്ട ലോകത്തെ ഏറ്റവും പടിഞ്ഞാറൻ ആയി നിലകൊണ്ട പ്രദേശത്തിന്റെ സൂര്യാസ്തമയത്തിന്റെ ഇടം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള അത്രയും അകലെയുള്ള പടിഞ്ഞാറൻ ഭൂപ്രദേശത്തേക്ക് വരെ ദുൽഖർനൈൻ ആ പടയോട്ടത്തിന്റെ ഭാഗമായി എത്തുകയുണ്ടായി. അവിടെ കാണപ്പെട്ട അപരിഷ്കൃതരായ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. ഒരു ദിഗ്വിജയിയായ, ഒരു ലോക ജേതാവായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ദുൽഖർനൈൻ ലോകത്തിന്റെ 4 ദിശകളിലേക്കും നടത്തിയ യാത്രകൾ ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. തുടർന്നുള്ള ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദാംശങ്ങൾ ആ ആയത്തുകൾ വായിക്കുന്ന മുറക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.